പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ രൂപപ്പെടുന്നത് ഇസ്ലാമിൽ നിന്നാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്നതും ഇസ്ലാം മതം തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. മറ്റു മതങ്ങളിൽ അന്ധവിശ്വാസമില്ലാത്തതുകൊണ്ടോ മറ്റു മതങ്ങളൊക്കെ ശരിയായതുകൊണ്ടോ അല്ല. ഈ മതത്തിൽ വളരെ വേഗത്തിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരുപാട് വസ്തുതകൾ ഉള്ളതുകൊണ്ട്. ഇത് അന്ധവിശ്വാസമാണെന്നും വിശ്വാസയോഗ്യമല്ലെന്നും ഒരു സാമാന്യം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഇതിലെ അവിശ്വാസം നിറഞ്ഞ വിഷയങ്ങൾ, സൃഷ്ടാവിന്റെ ന്യൂനതകളും കഴിവുകേടുകളും ക്രൂരതകളും മനസ്സിലാകും എന്നുള്ളതുകൊണ്ടുമൊക്കെ തന്നെയാണ് ഈ മതത്തിന്റെ വിവരക്കേടുകൾ പെട്ടെന്ന് ജനം തിരിച്ചറിയുന്നത്. ചിന്തിക്കുന്ന ജനവിഭാഗം പെട്ടെന്ന് തിരിച്ചറിയുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം. ജനിക്കുന്നതിനു മുമ്പ് നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തില് നമ്മളെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നതു മുതൽ അള്ളാഹു നമ്മുടെ സകലമാന കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ചിന്തിക്കണം. നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നമ്മൾ 4 മാസമായിരിക്കുന്ന സമയത്തു തന്നെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, ആരോട് പ്രവർത്തിക്കണം, എത്ര പ്രവർത്തിക്കണം, എങ്ങനെ മരിക്കണം, നമ്മൾ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം, എവിടെന്ന് കഴിക്കണം, എങ്ങനത്തെ ഭക്ഷണം കഴിക്കണം, എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു രക്ഷിതാവ് എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയെ ശിക്ഷിക്കാൻ കഴിയുന്നത്? സൗമ്യയെ രക്ഷിക്കാൻ എങ്ങനെ കഴിയും? പാലക്കാട് ഷാഹിദ ബലി കൊടുത്ത കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് എങ്ങനെ കഴിയും? ഈ വിശ്വാസം അനുസരിച്ചിട്ട് ഈ കുഞ്ഞ് 4ാമത്തെ വയസ്സിൽ മാതാവിന്റെ കൈകൊണ്ടു തന്നെ കത്തിക്കിരയാകണമെന്ന് ആ കുട്ടി ഷാഹിദയുടെ ഗർഭാശയത്തിൽ ആയിരിക്കുന്ന സമയത്തു തന്നെ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ട് എങ്ങനെയാണ് ഷാഹിദയെ ആടിനെ ഇറക്കി തടയാൻ പടച്ച റബ്ബിന് സാധിക്കുന്നത്? സാധിക്കില്ല. കോയമ്പത്തൂരുള്ള ഫാറൂഖ് ഇന്ന വയസ്സില് ഫേസ്ബുക്ക് ജൂതനുണ്ടാക്കിയ മീഡിയ വഴി ഒരു യുക്തിവാദ പോസ്റ്റ് ഇടണമെന്നും ഉക്കടയിലുള്ള അദ്ദേഹം മുസ്ലിം തീവ്രവാദികളാൽ തല ഛേദിക്കപ്പെടണമെന്നുമൊക്കെ മൂർധാവിൽ എഴുതി സൂക്ഷിച്ച രക്ഷിതാവിന് അവനെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത വസ്തുതകൾ ഇതിലുള്ളതുകൊണ്ടാണ് ഈ മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത്. മറ്റു മതങ്ങൾ ശരിയാണ് എന്നോ അതിലെ അന്ധവിശ്വാസങ്ങളൊന്നും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്നോ അതുകൊണ്ട് അർത്ഥമില്ല. നമ്മുടേത് മാത്രമാണ് ശരി, നമ്മുടേത് വാനലോക രക്ഷിതാവ് ദൈവദൂതൻ വഴി ഇറക്കി തന്നതാണ്, മറ്റുള്ള മതങ്ങളെയൊക്കെ അതിജയിക്കുന്നതിന് വേണ്ടി നമുക്കാണ് സ്വർഗം, നമുക്കാണ് പരലോക മോക്ഷം, നമ്മുടേതാണ് മുന്തിയത്, നമ്മുടേതു മാത്രമാണ് ശരി. ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ശരികളെ തേടി ബുദ്ധിയുള്ളവൻ പോകും. അതിലെ ശരി തെറ്റുകൾ തുലനം ചെയ്യും. അപ്പോൾ അവന് ബോധ്യപ്പെടുമ്പോൾ അവൻ ചിലത് ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാവും. മറ്റൊന്നും കൊണ്ടല്ല. മറ്റുള്ളവരും ഇതേ വഴി സഞ്ചരിക്കണം, അവർ തെറ്റും ശരിയും ബോധ്യപ്പെടണം. എന്നിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അവന് മനസ്സിലാക്കിയ സത്യങ്ങൾ നിർഭയം തുറന്നു പറയണം. അതില് ചിലപ്പോൾ ജീവനും ജീവിതവും മക്കളും കുടുംബവും ഒക്കെ ബലി കൽപ്പിക്കപ്പെടേണ്ടി വന്നേക്കാം. വച്ച കാലം മുന്നോട്ട് തന്നെ. അതല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു. മറ്റാരും ഒരു പക്ഷേ
ഇതേ ആശയം പേര് ഇതേ ആശയം പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വന്നില്ലെന്ന് വരും. യുക്തിവാദികളായ എക്സ് മുസ്ലിംസിൽ ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇസ്ലാം മതത്തിന്റെ മാനവിക വിരുദ്ധമായ മനുഷ്യത്വരഹിതമായ വസ്തുതകൾ, ഖുർആനിലെ വൈരുദ്ധ്യങ്ങൾ, മതപണ്ഡിതന്മാരുടെ വിവരക്കേടുകൾ തുറന്നു പറയാൻ ഒരു സ്ത്രീരത്നമുണ്ടോ? മറ്റൊന്നും കൊണ്ടല്ല. സ്ത്രീകൾ മുന്നോട്ട് വരാത്തത്, ഇപ്പൊ ജസ്ല മാടശ്ശേരി മുന്നോട്ട് വന്നപ്പോൾ നമുക്കറിയാമല്ലോ അനുഭവിച്ച വേദനകള്, പ്രയാസങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ ഒരു സ്ത്രീ മുന്നോട്ട് വന്നാൽ കുടുംബം, കുട്ടികൾ, ഭർത്താവ്, അതൊക്കെ അടങ്ങുന്നതാണ് കുടുംബം അല്ലെ. ഒരുപാട് പ്രയാസങ്ങൾ ആദ്യമായിട്ട് അവൾ കേൾക്കേണ്ടി വരുന്നത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പദപ്രയോഗങ്ങളും അത്തരത്തിലുള്ള വിമർശനങ്ങളുമായിരിക്കും. സത്യത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല ഇവരുടെ വിമർശനങ്ങളിൽ. നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയങ്ങളിലേക്കും കടന്നു വരാതെ തന്ത്രപൂർവം അവരുടെ അണികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചു വിടും. മിടുക്കന്മാരാണ്. പ്രവാചകന്റെ പല വിഷയങ്ങളും നമ്മൾ പ്രാമാണികമായി എടുത്തു പറയുമ്പോൾ പ്രവാചകനെ തെറി പറയുന്നു, പ്രവാചകനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞു മുന്നോട്ട് വരാറുണ്ട് പലരും. നമുക്കിന്ന് ഒരു കോമ്പറ്റീഷനാണുള്ളത്. കോമ്പറ്റീഷൻ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ, വേണ്ട. ചില വിഷയങ്ങൾ നമ്മുടെ ഇസ്ലാമിക പണ്ഡിതൻ പറയും. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പുരോഗമനത്തിൽ കാലിട്ടടിക്കുന്ന ഒരു സംഘടനയുണ്ട് ഇസ്ലാമിൽ. അറിയില്ലേ, നമ്മുടെ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനെ പോലെയുള്ള ആൾക്കാർ. അവര് കുറച്ചൊക്കെ പുരോഗമനം ആഗ്രഹിക്കുന്നു. ഹദീസുകളിൽ ചിലതൊക്കെ തള്ളുന്നുണ്ട്. പ്രവാചകന് മരണം ബാധിച്ചു എന്ന ഹദീസ്, പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് 6 വയസ്സായിരുന്നു എന്നതൊക്കെ മാറ്റി ഇന്ത്യയിലായതുകൊണ്ട് പണ്ഡിതന്മാർ 18 വയസ്സിലേക്ക് ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും ടീമും അവര് കുറേയധികം വിഷയങ്ങൾ പറയും. അത് ശരിയോ തെറ്റോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കോണ്ടസ്റ്റ് രൂപത്തിലാണ്. നമുക്ക് അതൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ് ശരി, എന്താണ് തെറ്റ്. ഇവര് പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ ഇല്ലേ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുകൊണ്ട് മനസ്സിലാകും. ചിന്തിക്കാം. നമ്മൾ പറയുന്നത് മാത്രം കേൾക്കണ്ട. അതുകൊണ്ട് ഇവര് പറയുന്നത് കേൾക്കണം. നമുക്കിത് കേൾക്കാം. ഇദ്ദേഹം പറഞ്ഞത് 3 ആരോപണങ്ങളാണ്. അപ്പോ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് ഒരു വിഭാഗം ശത്രുക്കൾ പറഞ്ഞു. പ്രവാചകന്റെ പല പ്രവർത്തനങ്ങളും തെറ്റായിരുന്നു എന്നത് നമ്മൾക്ക് പ്രാമാണികമായി തെളിയിക്കപ്പെട്ടതാണ്. ഒരു തെറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനും കൈകാലുകൾ ഛേദിക്കാനും അതുപോലെ അവർക്ക് വെള്ളം കൊടുക്കണ്ട, ഒരു വെയിലത്തിട്ട് ഉണക്കാനെന്നും അങ്ങനെ കൊല്ലാനും ഒക്കെ പറഞ്ഞത് പ്രവാചകനായിരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. ആയിഷയുടെ അടുത്തൊരു അന്യപുരുഷനെ കണ്ടപ്പോൾ ധാരാണ് ആയിഷ എന്ന മുഖം ചുവന്നു തുടുക്കുമാർ രൂപത്തിൽ ചോദിച്ചു. ആയിഷ പറഞ്ഞു, അതെന്റെ മുലകുടി സഹോദരൻ. ആയിഷ ശിശുപ്രായത്തിൽ മുല കുടിച്ചാലേ മുലകുടി ബന്ധം പൂർണ്ണമാകുള്ളൂ. ആയിഷയും ശിശു തന്നെയായിരുന്നു അന്ന്. വേറൊരു ശിശു എങ്ങനെ വന്ന് പാല് കുടിക്കുന്നല്ല. പോട്ടെ, ഇത്തരം നാറ്റ കേസുകൾ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ആയിഷയും വേറെ ഒരുത്തനെയും കൂടി സംശയിച്ചിട്ട് അലി അവനെ കൊല്ലാൻ വിടുക. അവൻ കിടത്തിങ്ങനെ പോയി നോക്കുമ്പോ കക്ഷി കുളിക്കുവാണ്. നിന്നൊരു കുറി മുണ്ടെടുത്ത് ലിംഗം ഛേദിക്കപ്പെട്ടവനായി ഒന്നും ഇല്ലാത്തവനാണ്. തിരിച്ചു വന്നു. പിന്നെ വേറെ കുഴപ്പമില്ല. ആയിഷയുമായിട്ട് ഏത് രൂപത്തിലാണ് സംശയിച്ചത് എന്നറിയാമല്ലോ. പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്നോ? ശരിയായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? കുറെ ആൾക്കാർ ഇങ്ങനെ ചുറ്റിനും കൂടിയിരിക്കുവാണ്. പെട്ടെന്ന് എനിക്ക് ജിബ്രീൽ വരുന്നുണ്ട്, ഒന്ന് കാണിച്ചത്. ജിബ്രീൽ എനിക്ക് മാത്രമേ കാണാൻ പറ്റും. മിണ്ടല്ല, റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോ ഇത് പറയുന്നത് കേട്ടിങ്ങനെ പറയാൻ ഇങ്ങനെ ധൃതി കാണിക്കുക.
അപ്പോ ജിബ്രീൽ വിളക്കാടാ മിണ്ടല്ലേ, ധൃതി കാണിക്കല്ലേ, സാവധാനം പറഞ്ഞാൽ മതി. ഇത് കേട്ടിട്ട് ഹൃദയസ്ഥമാക്കാൻ വേണ്ടിട്ട് നബി ഇങ്ങനെ, മനസ്സിലായില്ലേ, ദൈവിക വെളിപാടുമായി ജിബ്രീൽ വരുന്നതാണ്. ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, നബി ഇങ്ങനെ ഏറ്റു പറയുന്നു, ആകാശത്ത് നോക്കി സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതുവരെ കൂടിയിരുന്നവര് പറയല്ലേ വാട്ടെ, അത് പറഞ്ഞു പോയത്രേ. അതുപോലെ നബിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയാല് ഈ മരമൊക്കെ ഉണ്ടല്ലോ, ചില്ലകൾ ഇങ്ങനെ താഴ്ന്നു വരും, ചില്ലകൾ മരമറിയും. നബിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട്, ചാഞ്ഞു ചാഞ്ഞു ചാഞ്ഞു. പിന്നെ കല്ലും മണ്ണും ഒക്കെ നബിക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അപ്പൊ നബി പറയും വഅലൈക്കുമുസ്സലാം. കല്ലും മണ്ണും മരങ്ങളും ഒക്കെ നബിക്ക് സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു, നബിക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, സലാം ചൊല്ലാറുണ്ടായിരുന്നു എന്നൊക്കെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും വട്ടൻ എന്ന് വിളിച്ചില്ലെങ്കിൽ അവനെ നമ്മൾ അടിക്കണം. അപ്പോ മാരണം ബാധിച്ചവൻ എന്ന് പറയുമ്പോൾ ഈ കൂട്ടർ പ്രവാചകനും മാരണം ബാധിച്ചു എന്ന് അംഗീകരിക്കുന്നേയില്ല. സെൽഫി എന്നുകൊണ്ട് മനസ്സിലാകത്തില്ല അല്ലെ. ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഹിഷാം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാരണം ബാധിച്ചു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5765 ഹദീസാണത്. അതായത് നബിക്കു മാരണം ബാധിച്ചു എന്നും നബി പറയുന്നതിൽ പലതും പറയാത്തതായി പ്രവാചകന് തോന്നിയെന്നും പറയാത്തത് പലതും പറഞ്ഞതായും പറഞ്ഞത് പലതും പറയാത്തതായും നബിക്ക് തോന്നിയെന്നൊക്കെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിലുണ്ട്. നബിക്ക് മാരണം ബാധിച്ചിട്ടുണ്ട്. അപ്പോ നബിക്ക് മാരണം ബാധിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ബാക്കിയെല്ലാം ഒരു മാരണം ബാധിച്ച, അതല്ലെങ്കിൽ ഒരു ഒരു ഭ്രാന്ത് ബാധിച്ച ഒരു മനുഷ്യന്റെ ജൽപ്പനങ്ങളായി മാത്രമേ ജനങ്ങൾ കരുതത്തുള്ളല്ലോ. അങ്ങനെ വന്നാൽ ഖുർആനിന്റെ സത്യസന്ധത പിന്നെയും കയ്യാലേമേലായി പോകൂലേ. കയ്യാലെന്ന് പറഞ്ഞാൽ മതിൽ കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷയാണ്. അപ്പൊ അതുകൊണ്ട് തന്ത്രപൂർവം ഈ പുരോഗമനത്തിൽ കാലിട്ടടിക്കുന്ന അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലും ടീമും ഇതിനെ ഒന്ന് തേച്ച് വെളുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ നബിക്ക് മരണം ബാധിക്കുകയോ ഇല്ലേ ഇല്ല, അവരുടെ ഒരു വെളുപ്പീര. അപ്പൊ പ്രവാചകൻ കെട്ടുകഥകൾ എഴുതുന്ന ആളാണെന്ന്. കെട്ടുകഥ നബിക്ക് അല്ലെങ്കിൽ എഴുത്തും വായനയും അറിയില്ലല്ലോ. കെട്ടുകഥകൾ പറഞ്ഞു നടന്നിട്ടില്ലേ? പ്രവാചകൻ പറഞ്ഞ കെട്ടുകഥ തന്നെയല്ലേ ഇന്ന് നിലനിൽക്കുന്നത്. അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞാ പോരെ. പ്രവാചകന്റെ വിവാഹങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരും വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പ്രവാചകന്റെ പ്രിയപത്നി പോലും വിമർശിച്ചിട്ടുണ്ട്. 33-ാം അധ്യായം അൽ-അഹ്സാബ് 50-ാമത്തെ വാചകം വെച്ചിട്ട് ആയിഷ ചോദിച്ചിട്ടുണ്ട്, നബിക്ക് സ്വദേഹം ദാനം ചെയ്യാൻ വന്ന് നിൽക്കുന്ന ആൾക്കാർ നമ്പർ പറഞ്ഞുതരാം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 5113-ാമത്തെ ഹദീസ്. തങ്ങളുടെ ശരീരം നബി തിരുമേനിക്ക് അർപ്പിക്കാൻ വന്നിരുന്ന സ്ത്രീകളെ ഓർക്കുമ്പോൾ എന്നിൽ അഭിമാന രോഷം തലപൊക്കാറുണ്ടായിരുന്നു. മതിയാ. പിന്നെ ആയിഷ പറഞ്ഞിട്ടുണ്ട്, തലവേദന വന്ന് തലപൊളിയെന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് നബി പറഞ്ഞു, കുഴപ്പമില്ല, അതിന്റെ ശേഷകർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലോ, ഞാൻ ചത്തിട്ട് വേണമല്ലേ അടുത്ത പെണ്ണുമായിട്ട് അറകൂടാൻ. ആയിഷ നന്നായി വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ആരും വിമർശിക്കാത്ത വിമർശനമാണ് ഈ കാലഘട്ടത്തിൽ ഉന്നയിക്കുന്നത് എന്നൊന്നും പറഞ്ഞ അണികളെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ്. കാരണം അവര് പോയാൽ ഇവരുടെ ഉപജീവനം മുട്ടൂലേ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ ഇവര് സംസാരിക്കേണ്ടത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ പ്രാമാണികമായി വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ ഒരു സ്ത്രീലമ്പടൻ തന്നെ അല്ലേ? അല്ല എന്ന് നിങ്ങൾ പറയേണ്ടത്. ഇത്രയും പെണ്ണുങ്ങളെ വെച്ചിട്ടാണ്. എത്ര വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു, എത്ര അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ഭാര്യമാരുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടല്ലേ നിങ്ങൾ പറയേണ്ടത് പ്രവാചകൻ സ്ത്രീലമ്പടൻ എല്ലാം തെളിയിക്കേണ്ടത്. അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും തെളിയിക്കാൻ സാധിക്കാതെ ഇങ്ങനെ പറയാം. വൈവാഹിക ജീവിതത്തിലെ മാതൃക എന്ന് പറയുമ്പോൾ എല്ലാ ഭാര്യമാർക്കും പ്രവാചകൻ സുസമ്മതനായിരിക്കണം. നടക്കില്ല അത്. കാരണം പ്രവാചകൻ ഒഴിവാക്കിയാൽ ഈ പെണ്ണുങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. ഇവരുടെ കെട്ടിയന്മാരെയൊക്കെ കൊന്നിട്ടാണല്ലോ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഒരു വഴിയുമില്ല. അങ്ങനെ ഇവരെ സ്വതന്ത്രമായി വിട്ടിട്ട്
യഥേഷ്ടം അവർക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതിനാണല്ലോ വിവാഹമോചനം എന്ന് പറയുക. ഇത് വിവാഹമോചനം കഴിഞ്ഞാലും കടിഞ്ഞാൻ ഇയാളുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ സഫ്വാനും ആയിഷയും തമ്മിലുണ്ടായ ആരോപണങ്ങളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? പ്രവാചകനുമായി തൃപ്തകരമായ ഒരു ജീവിതമായിരുന്നെങ്കിൽ സഫ്വാനുമായിട്ട് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകില്ല. അബൂബക്കറിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആയിഷയെ വിടില്ല. അതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. തെറ്റിദ്ധാരണയുടെയും സംശയത്തിന്റെയും ഒക്കെ പേരിൽ മാതൃകാ പുരുഷോത്തമൻ സ്വന്തം ഭാര്യയെ കൊണ്ടുവിടും അബൂബക്കറിന്റെ വീട്ടില്. പിന്നീട് അള്ളാഹു വെളിപാട് ഇറക്കേണ്ടി വന്നു, വിളിച്ചിട്ട് വന്ന് മാതൃകാ യോഗ്യനായ പ്രവാചകൻ. അപ്പൊ പ്രവാചകനും ആയിഷയുടെ വിഷയത്തിൽ സംശയം തോന്നിയെന്നല്ലേ അതിന്റെ അർത്ഥം? തന്റെ കഴിവുകേട്. ഇവര് തന്നെ ഇത് പറയണം. ഖൈബർ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സഫിയെ, നമുക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഇവരോട് സംസാരിക്കാൻ. തന്നെയുമല്ല, നബി മരിക്കുന്ന സമയത്ത് പോലും നബി ഒരു അടിമ സ്ത്രീയെ അനുഭവിച്ചിരുന്നു എന്നുള്ളൊരു ഹദീസ് നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ് 39:59. സെൽഫി ആയതുകൊണ്ട് കേട്ടോ കാണിക്കാത്തത്. സ്ക്രീൻഷോട്ട് എടുത്താലും കണ്ണാടിയുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് വായിക്കേണ്ടി വരും. വേണമെങ്കിൽ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് ഇടാൻ പറ്റുമോ നോക്കാം. മറന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. ഇതൊക്കെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചിലപ്പോൾ മറന്നിട്ടില്ലെങ്കിൽ ഇടാം. അപ്പോ വളരെ ശരിയാണ്. പ്രവാചകൻ ഓരോ വിവാഹത്തിന്റെ പിന്നിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നപ്പാ. ആദ്യത്തെ ലക്ഷ്യം തന്നെ നമ്മുടെ ഖദീജയെ വിവാഹം കഴിച്ചപ്പോഴുള്ള ലക്ഷ്യം എന്തായിരുന്നു? അത് നാട്ടിൽ പാട്ടല്ലേ, അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? നമ്മളൊക്കറിയാത്. 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയ ചരിത്രമൊക്കെ നമുക്കറിയില്ല. അതിന്റെ പിന്നിലൊക്കെ നബിക്ക് എന്തായിരുന്നു ലക്ഷ്യമെന്ന് നമുക്കറിയില്ലേ? 33-ാം അധ്യായം അഹ്സാബില് ഉമ്മയും മകളും പെങ്ങളും ഒഴികെ എല്ലാ ആൾക്കാരെയും അനുവദിച്ചു കൊടുക്കുന്നതും വളർത്തുമകന്റെ ഭാര്യയെ അനുവദിച്ചു കൊടുത്തതും ഒക്കെ വെച്ചിട്ട് നബിയുടെ വിവാഹത്തിൽ ഓരോ വിവാഹത്തിനുമുള്ള ലക്ഷ്യങ്ങൾ ലോകജനങ്ങൾക്ക് അറിയാമെന്ന്. അവരൊക്കെ ഇന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നബിയുടെ വിവാഹത്തിലെ ലക്ഷ്യവും ഇന്ന് നമുക്കത് മാതൃകയാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഇന്ന് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനിടയില് താങ്കളുടെ അണികളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്നും നമുക്കറിയാം. അതിനുള്ള ലക്ഷ്യം, ഖദീജയെ വിവാഹം കഴിച്ചതിന്റെ ലക്ഷ്യവും നമുക്കറിയാം. സൗദ കുറച്ച് പ്രായമുള്ള സ്ത്രീയായിരുന്നു. പിന്നെ കറുപ്പ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, സൗദ, കറുത്തവൾ, സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. അവസാന കാലത്ത് അവര് പറഞ്ഞു, എന്നെ ഒഴിവാക്കല്ലേ, നിങ്ങൾ വേണമെങ്കിൽ എന്റെ ദിവസവും കൂടി ആയിഷയ്ക്ക് നിങ്ങള് പകുത്തു കൊടുത്തോ, എനിക്ക് കുഴപ്പമില്ല. എത്രമാത്രം വേദന ആ സ്ത്രീ സഹിച്ചിരിക്കണം. അവഗണനയുടെ നടുവിൽ നിന്നിട്ടാണ് ഒരു സ്ത്രീ അങ്ങനെ പറയുക. ഈ പ്രവാചകൻ തന്നോടൊപ്പം ചിലവഴിക്കേണ്ടുന്ന സമയവും കൂടി മറ്റൊരു കുഞ്ഞു പെണ്ണായ ആയിഷയ്ക്ക് വിഭജിച്ചു കൊടുക്കുന്ന സൗദയുടെ മാനസികാവസ്ഥ പുരുഷനും മനസ്സിലാകും, സ്ത്രീകൾക്കും മനസ്സിലാകും. അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ ഉമറിന്റെ മകൾ ഹഫ്സയെ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ വിഷയങ്ങൾ. അബൂബക്കറിന്റെയും ഉമറിന്റെയും മക്കളെ വിവാഹം കഴിച്ചു. ആ സമയത്താണ് ഒരു അടിമ പെണ്ണായ മാരിയത്തുൽ ഖിബ്തിയെ പിടിച്ച് കടപ്പറയിൽ കിടത്തിയതും ഹഫ്സ വഴക്കുകൂടിയതും അതിന്റെ പേരിൽ അവളുമായിട്ട് ഇനി ബന്ധമുണ്ടാകില്ല എന്ന് പ്രവാചകൻ ഭാര്യമാരോട് ശപഥം ചെയ്തതും ഒക്കെ ഖുർആനികപരമാണ്. ഒക്കെ ശരി തന്നെയാണ്. നമ്മൾ പറയുമ്പോ നബി ഇത്രയും വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറയണത്? ഇവര് ഇസ്ലാമിക വിശ്വാസികളാണ്, ഇസ്ലാം മത പ്രചാരകരാണ്. ഇവര് പറയുമ്പോ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ നബി എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന്. കേൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഓരോ വിവാഹത്തിന് പിന്നിലും ഇദ്ദേഹത്തിന് ഓരോ ലക്ഷ്യമുണ്ടായിരുന്നേ. അത് അടിവരയിടണം. അള്ളാഹുവിന് ഇടപെടാതിരിക്കോ? പ്രത്യേകിച്ച് നമ്മുടെ നബിയുടെ കല്യാണം അല്ലേ. നബി മോഹിച്ചാൽ ഉടനെ ആയത്തിറക്കും. എന്താ ഇവൻ ആലോചിക്കാത്തത്? ആയത്തിറക്കാൻ മുട്ടി നിൽക്കുകയാണ് പടച്ചോൻ. പിന്നെ സഫിയയുടെ അറിയാലോ, ഖൈബർ യുദ്ധം. ഒന്നും വാങ്ങാതെ സ്വതന്ത്രമായി ഈ ഖൈബർ യുദ്ധത്തിൽ പിടിച്ചെടുത്ത മുതലുകൾ നമുക്കറിയുന്ന കാര്യമാണ്. പിടിച്ചെടുത്ത മുതലുകൾ ഇങ്ങനെ ഭാഗം വെച്ച് നൽകുന്ന സമയത്ത് ഒരു തുണി എടുത്തിട്ട് സഫിയയുടെ മുഖം മറിച്ചു, ഞാൻ കാണാൻ സഫിയെ എനിക്കാണ് എന്നുള്ള രൂപത്തിൽ സമ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ സഫിയയുടെ പിതാവും ഭർത്താവും ഒക്കെ ഗോത്ര തലവന്മാരും സമ്പത്തൊക്കെ ആ ഗോത്രത്തിന്റെ മൊത്തം സമ്പത്ത് സൂക്ഷിപ്പുകാരൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് അവരെയൊക്കെ നിഷ്ഠൂരമായി കൊല ചെയ്തതും സഫിയയെ സ്വന്തമാക്കിയതും. നാട്ടിലെത്തുന്നതിന് മുമ്പ് ഹണിമൂൺ ആഘോഷിച്ച ചരിത്രമൊക്കെ നമുക്കറിയില്ലേ. അള്ളാഹുവിനെ നിർദ്ദേശിക്കാതിരിക്കോ? നബി തന്നെയല്ലേ അള്ളാഹു? അള്ളാഹുവിന്റെ ഡ്യൂപ്പല്ലേ നബി? നബിക്ക് ആഗ്രഹമുള്ളത് തന്നെയല്ലേ അള്ളാഹുവിനും ആഗ്രഹമുള്ളത്? അപ്പോ ആ പെണ്ണിനെ എനിക്ക് വേണം എന്ന് നബി ആഗ്രഹിച്ചാല് നബി അണ്ണന്റെ താല്പര്യങ്ങൾ സാധിച്ചു കൊടുക്കാനല്ലേ അവിടെ അള്ളാഹു ഇരിക്കുന്നത് തന്നെ സിംഹാസനത്തില്. ആ അവസാനത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ ഇനി നീ കെട്ടണ്ട എന്ന് പറഞ്ഞിട്ട് 33-ാം അധ്യായത്തിൽ 52-ാമത്തെ വാചകത്തിലൂടെ അള്ളാഹു ആയത്തിറക്കി, രാവേ നിർത്തിക്കോട്ടാ, ഇനി വേറെ പെണ്ണുങ്ങളുടെ കൗതുകം തോന്നിയാലും സൗന്ദര്യം നിന്നെ വീഴ്ത്തിയാലും ഇനി നീ കെട്ടണ്ടാട്ടോ. അടിമ സ്ത്രീകളെ ഇഷ്ടം പോലെ വെച്ചു. എന്താ പടച്ചവൻ മാസല്ലേ. അങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ. പലരും ചോദിക്കാറുണ്ട്, ഇത്രയധികം പെണ്ണ് നബി കെട്ടിയോ? ഇനിയുമില്ലെന്ന് പറയില്ലല്ലോ. അതായത് നബിയുടെ ലൈംഗിക താല്പര്യങ്ങൾ വെറുതെ ആയിരുന്നു എന്ന് പറയുന്നവര് എന്ത് വിഡ്ഢികളാണല്ലേ. 1 മണിക്കൂർ, ഒരു രാത്രി, 9 ഭാര്യമാര്, 9 പേരുമായും ഭോഗം, ഒരു കുളിയുടെ അധ്യായമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമ്മൾ ആ ഹദീസുകൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ 6 വയസ്സുകാരിയെ കെട്ടിക്കൊണ്ടുപോയത് അവിടെ ഇരുന്ന് സുബ്ഹാനല്ലാഹ് പറയാനല്ല എന്ന് ഇതിനകത്ത് ആള് താമസമുള്ളവർക്കറിയാം. അതുകൊണ്ട് നബിയുടെ താല്പര്യത്തെ കുറിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. 6 വയസ്സുകാരിക്കു വേണ്ടത് ലൈംഗിക പക്വതയാണ്. കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന 6 വയസ്സുകാരിയെ നിങ്ങൾ ഒരിക്കലും ആയിഷയിൽ കാണരുത് ഒരു ഭാര്യയാകാൻ. ലൈംഗിക പക്വത ആയിഷയെ കുട്ടിയെന്നും പറയരുത്. ആ സ്ത്രീ 6 വയസ്സുള്ള സ്ത്രീ നേടിയിരുന്നു. ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്ന കുഞ്ഞിനെ ഉമ്മുറുമാൻ, അവളുടെ ഉമ്മ വിളിക്കുക, മോളെ ഇങ്ങ് വാ. അപ്പൊ കുട്ടി ഓടി വന്നു, വിയർത്ത് കുളിച്ചിരുന്നു. ഉമ്മ കുളിപ്പിച്ചു കൊടുക്കുക, മുഖമൊക്കെ തുടച്ചു കൊടുക്കുക. എന്നിട്ട് മോളെ കെട്ടാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അതിന് കല്യാണം, അതിനെന്തറിയാം അതിനെ കുറിച്ച്? വേണമെന്നോ വേണ്ടെന്നോ പറയാനുള്ള പക്വത അതിനില്ല. എന്നിട്ട് നബിയുടെ ഗുണ്ടകൾ പറഞ്ഞു പരത്തുന്നത് ഇങ്ങനെയാണ്, അവൾ ലൈംഗിക പക്വത നേടി. നമ്മൾ ആ പ്രായത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്നവരല്ലേ ഇപ്പൊ. എന്റെ കുട്ടിക്ക് 15 വയസ്സായി. ഈ വയസ്സിലും അവൾക്കൊരു പക്വതയുമായിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കഴുകിക്കളാന്ന് പറഞ്ഞാൽ അത് കഴുകിയിട്ടെടുത്ത് വെളിയിലോട്ട് കളയുന്ന കുട്ടിയാണ്. അപ്പൊ അത്രയ്ക്കുള്ള ബുദ്ധിയെ അതിനുള്ളൂ. അപ്പോ അതിന്റെയും എത്ര താഴെയാണെന്ന് നോക്കിക്കേ. 6 വയസ്സുള്ള ഒരു കുഞ്ഞ്, 6 വയസ്സുള്ള കുഞ്ഞ് വിവാഹിതയാകാനുള്ള ലൈംഗിക പക്വത നേടുന്നതിനെ കുറിച്ച് പറഞ്ഞ ഈ മഹാന്റെ മുഖം നിങ്ങൾ ആരും മറക്കല്ലേ. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിന്റെ വലങ്കൈയാണ്. പക്വതയില്ലായ്മ അബൂബക്കറിന് കാര്യമായിട്ടുണ്ടായിട്ടും കാര്യമൊന്നുമില്ല.
കാരണം ആദ്യം തന്നെ പറഞ്ഞു, അബൂബക്കർ നിന്റെ മോളെ എനിക്ക് കെട്ടിച്ചു തരണം കേട്ടോ എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ അബൂയെ എന്റെ സഹോദരനല്ലടാ നിന്റെത്, ഞാൻ സഹോദരന്റെ മക്കളെ ആരെങ്കിലും കല്യാണം കഴിക്കും, അപ്പോ നബി ഇവനെ ഒന്ന് വീഴ്ത്തണം, ശരിയാക്കി തരാം, നിന്റെ മോളെ ഞാൻ സ്വന്തമാക്കുന്നു, ഞാൻ സ്വന്തമാക്കാം. അടുത്ത ദിവസം കണ്ടപ്പം അബൂബക്കർ എങ്കിലും ഒന്നടാ ഒരു കാര്യം പറയട്ടെ, എന്തേ? അതെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. പറ കേൾക്കട്ടെ. പട്ടുതുണിയിൽ പൊതിഞ്ഞ ഒരു രൂപം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. അബൂബക്കർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല തനിക്കുള്ള ആപ്പാണി പണിയുന്നതെന്ന്. തുണി മാറ്റി നോക്കാൻ പറഞ്ഞു. തുണി മാറ്റി നോക്കിയപ്പം അബൂബക്കറേ, നിന്റെ മകൾ ആയിഷയും ഞാനും തമ്മിൽ ഒന്നു ചേരാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. അബൂബക്കറെ, അതീവ ഭക്തനായിരുന്ന മുഹമ്മദ് നബിയുടെ അനുയായി വൃന്ദങ്ങളെ ഭയമുണ്ടായിരുന്ന, നബിയുടെ ശത്രുവാകാൻ താല്പര്യമില്ലാതിരുന്ന, ശത്രുവായ ആൾക്കാർക്കൊക്കെ ഉണ്ടായ അനുഭവം നബിയുടെ വലം കൈയായി നടന്ന ഈ വ്യക്തിക്ക് കൃത്യമായി ഉണ്ടായിരുന്നത് കൊണ്ട് കെട്ടിച്ചു കൊടുക്കല്ലാതെ മാർഗം. നമ്മളെല്ലാം സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗുണ്ടത്തലവൻ ഉണ്ടാകുമല്ലോ, അയാളുടെ വലം കൈയായി നിൽക്കുന്നവൻ എപ്പോഴെങ്കിലും എതിർക്കുമോ? ഇല്ല. കാരണം എതിർത്ത ആൾക്കാർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് ഇയാളുടെ പുറകെ നടന്ന് കൃത്യമായി അറിയുന്ന ആളാണ് അയാൾ. വിവാഹം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ കുട്ടിയെയാണല്ലോ കല്യാണം കഴിക്കുന്നത്, പക്വതയില്ലാത്ത കുട്ടി എന്നൊരു ബോധ്യം എന്നൊരവസ്ഥ. ആയിഷയെ ആരെങ്കിലും പറഞ്ഞോ ഇല്ലേ എന്നുള്ളതല്ല അവിടുത്തെ തെളിവ്. ആയിഷയെ വിവാഹം കഴിച്ച് പ്രവാചകൻ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിഷയുടെ കയ്യിൽ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. 1 പോയിന്റ്. 2, ആയിഷ രൂപങ്ങളുടെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കാറുണ്ടായിരുന്നു. രൂപം ഉണ്ടാക്കാൻ പാടില്ല, അത് വെച്ച് കളിക്കാൻ പാടില്ല. അപ്പൊ പ്രവാചകൻ ആയിഷ കുഞ്ഞായതുകൊണ്ട് ആയിഷയ്ക്ക് അനുവദിച്ചു കൊടുത്തിരുന്നു. പോട്ടെ, സാരമില്ല. പിന്നെ നമ്മൾ ഓർക്കുന്നില്ലേ, ഒരിക്കൽ നമ്മുടെ എന്താണ് പേര്, നമ്മുടെ മൈമാക്ക എന്നൊക്കെ പറഞ്ഞ പണ്ഡിതനുണ്ടല്ലോ, മുഹമ്മദ് അലി സഖാഫി അല്ലേ. ഈ മുഹമ്മദ് അലി സഖാഫി ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ ആയിഷയെ കാണാൻ വരുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൊണ്ടാണ് വന്നിരുന്നത്. സാധാരണ പട്ടുസാരിയല്ല, ഉറുലീൻ പർദ്ദയല്ല കൊണ്ടുവന്നത്. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞൊരു വീഡിയോ നമ്മളടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ ആയിഷയെ കാണാൻ വരുമ്പോൾ കളിപ്പാട്ടങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഒരാളെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് വസ്തുത, എന്താണ് യാഥാർത്ഥ്യം, ആരാണിത് വളച്ചൊടിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനപ്പുറം വേലകൾ ഇവര് കാണിക്കും. യാതൊരു മടിയുമില്ല. ഊഞ്ഞാലിൽ നിന്നാണ് ഈ കുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. എന്നിട്ട് ആ കുഞ്ഞിന്റെ മൗനം സമ്മതമാണ്. അതിനെന്തറിയാം വിവാഹത്തെ കുറിച്ച്? ഒന്നും അറിയാത്ത കുഞ്ഞിനെ കൊണ്ടുപോയി കെട്ടിയതുമല്ല പാട്, അതിനെ വ്യാഖ്യാനിക്കുക കൂടെ ചെയ്യണം. ഇവരുടെ തൊലിക്കട്ടി ഇപ്പോ ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കിയലിനും ഈ ടീമിനും ഒക്കെ ഉണ്ടല്ലോ, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുമല്ലോ. ആ കുഞ്ഞിനെ ഒരു 53 വയസ്സുകാരൻ കല്യാണം ആലോചിച്ചു വന്നാൽ ഇവരൊക്കെ നബിചര്യ അനുസരിച്ചിട്ട് ആ കുഞ്ഞിനെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? നമുക്ക് തോന്നുന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്, കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ബാക്കിയെല്ലാം കുറച്ച് പ്രായമായ ആൾക്കാരായിരുന്നു. അപ്പൊ എന്തായാലും ഒരു കിളിന്ത് പെണ്ണിനെ കെട്ടണം എന്ന് താല്പര്യമുണ്ടായപ്പോൾ ശരിയായിരിക്കും, കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും, താല്പര്യങ്ങളും ഉണ്ടാകും, ഒരു സംശയവുമില്ല. എന്നിട്ട് പ്രവാചകം ഖുർആനിലൊരായത്തുണ്ട്, അള്ളാഹുവും അവന്റെ ദൂതനും, എത്രയാണ് 33-36, അള്ളാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നിന്ന് ഒരാൾക്കും പിന്നീട് ഒരു രക്ഷയും ഉണ്ടാകില്ല. മനസ്സിലായ? കാരണം തീരുമാനം എടുക്കേണ്ടത് ആരാണ്? അള്ളാഹുവും അവന്റെ റസൂലുമാണ്. അവരെടുത്ത തീരുമാനമാണത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയായ പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ അള്ളാഹുവും അവന്റെ റസൂലും എടുത്ത തീരുമാനത്തിനപ്പുറം ഒരു സ്വതന്ത്രമായ അഭിപ്രായമോ തീരുമാനമോ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് 33-ാം അധ്യായത്തിലെ 36-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് ബുദ്ധിയുള്ളവന് കാര്യം മനസ്സിലാകും. ആയിഷയെ കെട്ടണം എന്ന് അള്ളാഹു തീരുമാനിച്ചു. അബൂബക്കർ എന്നല്ല, ഇനി ആരൊക്കെ എതിർത്താലും ശരി, നബി അത് ചെയ്യും. നബിക്ക് അത് ചെയ്തേ പറ്റൂ. കാരണം കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളെ ആയിഷയിലൂടെ അറിയിക്കാനാണല്ലോ അള്ളാഹു ഉദ്ദേശിക്കുന്നത്.
അപ്പോ അറിയിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. ഇവരുടെ ദുർവ്യാഖ്യാനം തുടരട്ടെ, അതെടുത്ത് നമുക്ക് പൊളിച്ചെടുക്കലും തുടരാം. ഇവരുടെ ദുർവ്യാഖ്യാനം തുടരുവോളം നമ്മൾ നമ്മുടെ വിമർശനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഉത്തരം ലഭിക്കുന്നതുവരെ നമ്മൾ ഈ യുദ്ധം തുടരും. നന്ദി.